ന്യായാധിപന്മാർ അദ്ധ്യായം 5. ദബോറയുടെ കീർത്തനം. അന്ന് ദബോറയും അബിനോവാമിൻ്റെ പുത്രൻ ബാറാക്കും ഇങ്ങനെ പാടി. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിന് ഞാൻ കീർത്തനം പാടും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തും. കർത്താവെ, അങ്ങ് സേരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഏദോം പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു, പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സീനായ് മല കുലുങ്ങി. അനാത്തിൻ്റെ മകൻ ഷംഗാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു. യാത്രക്കാർ ഊടുവഴികൾ തേടി. ദബോറ, നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു. പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി. ഇസ്രായേലിലെ 40,000-നിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം ഇസ്രായേലിനെ സേനാധിപതികളിലേക്ക് തിരിയുന്നു. അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ. കർത്താവിനെ വാഴ്ത്തുവിൻ. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ, പാതകളിൽ നടന്നു നീങ്ങുന്നവരെ, നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ. തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നു. ഇസ്രായേലിൻ്റെ കൃഷിവലന്മാരുടെ വിജയം. കർത്താവിൻ്റെ ജനം പട്ടണവാതിക്കലേക്ക് അണിയണിയായി നീങ്ങി. ഉണരൂ ദബോറ, ഉണരൂ, ഗാനമാലപിക്കൂ. അബിനോവാമിൻ്റെ മകനായ ബാറാക്ക് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി. കർത്താവിൻ്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു. ബെഞ്ചമിൻ, നിന്നെയും നിൻ്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. മാക്കിറിൽ നിന്ന് സേനാപതികളും സെബുലൂണിൽ നിന്ന് സൈന്യാധിപൻ്റെ ദണ്ഡ് വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി. ഇസാക്കറിൻ്റെ പ്രഭുക്കന്മാർ ദബോറയോടുകൂടെ വന്നു. ഇസാക്കർ ബാറാക്കിനോട് വിശ്വസ്തനായിരുന്നു. അവൻ്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ഗിലെയാദ് ജോർദാൻ അപ്പുറം തങ്ങി. ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട്? ആഷേർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു, തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബുലോൺ. യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി. അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറയ്ക്കെതിരെ പൊരുതി. കിഷോൻ പ്രവാഹം വരെ ഒഴുക്കിക്കളഞ്ഞു. കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം, എൻ്റെ ആത്മാവെ ശക്തിയോടെ മുന്നേറുക. അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു. അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു. മെറോസിനെ ശപിക്കുക, കർത്താവിൻ്റെ ദൂതൻ പറയുന്നു. അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക, എന്തെന്നാൽ അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരുന്നില്ല. കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേൽ ആകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. രാജകീയ താലത്തിൽ കട്ടത്തൈരും കൊണ്ടുവന്നു. അവൾ കൂടാരത്തിൻ്റെ മരയാണി കയ്യിലെടുത്തു, വലത്ത് കൈയിൽ വേലക്കാരുടെ ചുറ്റുകയും. അവൾ സിസേറയെ ആഞ്ഞടിച്ചു, അവൻ്റെ തല തകർത്തു. അവൾ അവൻ്റെ ചെന്നി കുത്തിത്തുളച്ചു, അവൻ നിലം പതിച്ചു. അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു. അവളുടെ കാൽക്കൽ അവൻ വീണു, അവിടെ തന്നെ മരിച്ചു വീണു. സിസേറയുടെ അമ്മ കിളിവാതിലൂടെ എത്തിനോക്കി, ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ രഥം വൈകുന്നതെന്തുകൊണ്ട്? രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നതെന്തുകൊണ്ട്? അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു, അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ? ഓരോരുത്തരും 1-2 കന്യകമാരെ വീതം. സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ, എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. കർത്താവേ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു. എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു.